വയനാട് കാന്തൻപാറയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങളിൽ മുകളിലെത്തിച്ചു. കാന്തൻപാറ പുഴയ്ക്ക് സമീപമാണ് 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകാൻ ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, എന്താണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം? രേഷ്മ, ഞാനിപ്പോൾ ഉള്ളത് കാന്തൻപാറയോട് ചേർന്നുള്ള ആനടിക്കാപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 26ഓളം രക്ഷാപ്രവർത്തകരാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എയർലിഫ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ എയർലിഫ്റ്റിംഗ് കാണാത്ത ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ സ്വയം ആ ശരീരഭാഗങ്ങളുമായി ഈ ചെങ്കുത്തായ മലനിരകൾ താണ്ടി ഇങ്ങോട്ട് എത്തുകയായിരുന്നു. ഇവർ തന്നെ സംസാരിക്കും. എന്തായിരുന്നു ഇന്നത്തെ? ഞങ്ങൾ ഇതേ സംഘം തന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. അന്ന് ഞങ്ങൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. കാരണം അന്നും എയർലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4-5 മണിക്കൂർ അവിടെ ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റ് അന്ന് എടുക്കാൻ പറ്റാതെ തിരിച്ചു പോന്നു. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായത് അവിടുന്ന് അത് ചുമന്നുകൊണ്ട് ഈ ചെങ്കുത്തായ സ്ഥലത്തുനിന്ന് ഞങ്ങൾ അത്ര റിസ്ക് എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്രയും റിസ്ക്കാണ്. 3 ബോഡിയാണ് അതിലുള്ളത്. 3 ബോഡീൻ്റെ പാർട്സുകളാണ്. അത്രയും വെയിറ്റുള്ളത്. മഴ പെയ്ത് നനഞ്ഞ് ഈ കോലത്തിൽ ഞങ്ങൾ എത്ര ടയേർഡായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ എയർലിഫ്റ്റിംഗ് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് അത് വൈകി. എന്താണ് ഇതിനൊരു കാരണം? എന്തെങ്കിലും പറഞ്ഞായിരുന്നു? കാരണം പറഞ്ഞിരുന്നു. എയർലിഫ്റ്റിംഗ് ആദ്യം ഞങ്ങളോട് 12 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ റിപ്പളിലുള്ള ഒരു ക്ലബ്ബ്, ചാമ്പ്യൻസ് ക്ലബ്ബും STPIൻ്റെ പ്രവർത്തകരുമാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ പോയതാണ്. 12 മണിയോട് കൂടി നമുക്ക് ഈ പാർട്സുകൾ കിട്ടുകയും നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും എയർലിഫ്റ്റ് അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗം ഇല്ല, ബോഡി മാത്രം കൊണ്ടുവന്നാൽ മതി, നമുക്ക് ശരിക്കും ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത്, ഒറ്റയ്ക്ക് കയറി വരാനും പറ്റില്ല. ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളിത് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2:45 വരെ ഞങ്ങൾ ഹെലികോപ്റ്റർ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തുകയാണ് ചെയ്തത്. പെരും മഴ പെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ കാത്തു നിൽക്കാൻ നിന്നില്ല. ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു, അവരോട് ആലോചിച്ചിട്ട് ഞങ്ങൾ ബോഡി എന്ത് വില കൊടുത്തും ഇത് നമുക്ക് മേലെ എത്തിക്കണമെന്ന് നമുക്കൊരു വാശി വന്നില്ല. ആ വാശിയോട് കൂടി ഞങ്ങളത് ഇങ്ങോട്ട് വളരെ ദുഷ്കരമായ രീതിയിൽ മഴയൊക്കെ നനഞ്ഞ് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ വീണ്, 2 ആളുകൾ ഞങ്ങൾ പുറകിൽ വീണ് അവരെ രക്ഷപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളെ കൂടുതലുള്ള എല്ലാവരും തിരിച്ചു കയറിയോ? എല്ലാവരും തിരിച്ചു കയറിയിട്ടുണ്ട്. ബോഡി ഇനി അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. തെരച്ചിൽ അവസാനിപ്പിക്കരുത്. കാരണം ബോഡി ഇനി അവിടെ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും എന്നുള്ളത് 100% നമുക്കിപ്പോൾ ഉറപ്പാണ്. കാരണം ഇവർ ഫുള്ള് തെരഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്രയും ബോഡി. നമ്മളിപ്പോൾ എത്രയായി? 7 ബോഡിയായി. ഇപ്പോൾ ഇതേ ടീമാണ് ഞങ്ങളന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആരോടും പരിഭവമോ പരാതിയോ ഒന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ട ഒരു സഹായവും സജ്ജീകരണവും അധികാരികൾ ഭാഗത്തുനിന്ന് തന്നാൽ മതി. ഞങ്ങൾ പോകാൻ തയ്യാറാണ്, റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ നമുക്കൊരു സപ്പോർട്ട് തന്നാൽ മതി, വേറെ ഒന്നും നമുക്ക് പ്രശ്നമില്ല. രേഷ്മ, ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നത് അവരാൽ കഴിയുന്നത് എന്താണോ അത് അവരെ കൊണ്ട് ചെയ്യുക എന്നുള്ള അതിൻ്റെ ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തോടു കൂടി മാത്രമാണ് ഇവർ ഈ താഴത്തിൽ ചെങ്കുത്തായ, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു, ആ ഒരു ഭാഗത്തേക്ക് ചെങ്കുത്തായ മലനിരകൾ കടന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് അവർ ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. പക്ഷേ ആവശ്യമായ സപ്പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു വലിയൊരു വിമർശനം ഇതിലുണ്ട്. നമുക്കറിയാം 12 മണിയോടുകൂടി ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പക്ഷേ ഇപ്പോൾ ഈ 5 മണി ആകാനാകുമ്പോഴും എയർലിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും അധികൃത ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇവർ പറയുന്നത് എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാണ്. എത്ര ചെങ്കുത്തായ മലനിരകളായാലും തങ്ങളുടെ സഹോദരങ്ങളെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഇവരാൽ കഴിയുന്നത് എന്തോ അവർ ചെയ്യും. പക്ഷേ അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണം. രാവിലെ 6:30 ഇറങ്ങിയതാണ് ഇവർ. കയ്യിലുള്ള ഭക്ഷണമില്ല, വെള്ളമില്ല. ചെങ്കുത്തായ മലനിരകൾ, പാറനിരകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ എത്രയോ ദുർഘടമായ വഴികളെല്ലാം സഞ്ചരിച്ചു കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എയർലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇവർക്ക് PPE കിറ്റ് ഉൾപ്പെടെ ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ എയർലിഫ്റ്റിംഗ് ചെയ്യാതെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം, അത്തരം വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ വിവാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇന്ന് 12 മണിയോടുകൂടി ആ ഒരു സമയത്ത് ഇവിടെ മഴയുണ്ടായിരുന്നില്ല, കൃത്യമായ വിസിബിലിറ്റി എല്ലാം കറക്റ്റായിരുന്നു. പക്ഷേ ഇത്തരം വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും അവരുടെ ചുമലിൽ ചുമന്നുകൊണ്ടാണ് ഇപ്പോൾ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. രേഷ്മ, തീർച്ചയായും ഫൈസൽ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതിശക്തമായ മഴ തുടരുന്നു. മറുവശത്ത് വളരെ ദുർഘടമായ പാതകൾ താണ്ടിക്കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് മൃതദേഹങ്ങൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഇപ്പോൾ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അനുകൂലമായ കാലാവസ്ഥയുണ്ടോ അവിടെ? രേഷ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 11 മണി 12 മണിയുടെ ഇടയിലാണ് ഇവർ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പക്ഷേ 3 മണിയായിട്ടും കൃത്യമായി എയർലിഫ്റ്റിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു നിർദ്ദേശവും ഇവർ കിട്ടിയില്ല. അത്രയും സമയം ഇവർ ആ ചെങ്കുത്തായ മലനിരകളുടെ താഴ്വാരത്ത് ആ പുഴയുടെ ഓരത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്തൊന്നും കൃത്യമായ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോടമഞ്ഞ് മൂടുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 3 മണിയോട് കൂടി
കൂടിയാണ് ഇവർ തന്നെ മുകളിലേക്ക് ഈ ശരീരഭാഗങ്ങൾ എത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മണിക്ക് ഇവർ കയറിയതാണ്. ഇപ്പോൾ 5 മണിയാകുന്നു. 2 മണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ എയർലിഫ്റ്റിംഗ് നടത്തുമെന്ന് ഇവരോട് നിരന്തരം പറയുന്നുണ്ടെങ്കിലും കൃത്യമായ അതിനൊരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ഉറപ്പോ ഇവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ശരീരഭാഗങ്ങളുമായി മേലേക്ക് എത്തിയത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 മണിക്കൂർ സമയമെടുക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി മുകളിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഈ എയർലിഫ്റ്റിംഗ് ഇനിയും വൈകിയാൽ അവർക്ക് ഒരു പക്ഷേ അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ തീരെ ഇത്രയും പകൽ വെളിച്ചത്തിൽ പോലും ദുർഘടമായ പാത സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളപ്പോൾ കുറച്ചുകൂടി വൈകിയാൽ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ തീരെ അവിടെ നിന്ന് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. രാത്രി മഴ പെയ്താൽ അല്ലെങ്കിൽ അത്ര വലിയൊരു ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ അവരുടെ സ്വയം ജീവനും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത്, ഈ ഒരു അവർക്ക് കിട്ടിയ ശരീരഭാഗങ്ങളോട് ഇനിയൊരു അനാദരവ് ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് അവരിപ്പോൾ ഈ ചെങ്കുത്തായ മലനിരകൾ താണ്ടി മുകളിലേക്ക് എത്തിയത്. ഞാൻ നേരത്തെ 11 മണിയോടുകൂടി ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നു. 3 മണി വരെ അവർ കാത്തിരിക്കുന്നു. പക്ഷേ എയർലിഫ്റ്റുമായി ബന്ധപ്പെട്ട യാതൊരു തീരുമാനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വയം തീരുമാനിച്ച് മുകളിലേക്ക് കയറുകയായിരുന്നു. രേഷ്മ. വയനാട് കാന്തൻപാറയിൽ നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ മുകളിൽ എത്തിച്ചിരിക്കുന്നത്. കാന്തൻപാറ പുഴയ്ക്ക് സമീപമാണ് 3 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ദുർഘടമായ പാതയിലൂടെയാണ് ഈ ദൗത്യ സംഘം എത്തി മൃതദേഹങ്ങൾ മുകളിൽ എത്തിച്ചിരിക്കുന്നത്. അധികൃതരുടെ അടിയന്തരമായ ഇടപെടൽ ഇവർ ഇപ്പോൾ ഈ സമയത്ത് തേടുകയാണ്.